ഇപ്പോൾ ഇനി നമ്മൾ അട്ടക്കുളങ്ങര ജയിലിന് മുന്നിലേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് ഷാരോൺ രാജു വധക്കേസിലെ പ്രതി ഗ്രീഷ്മ അവരെ പുറത്തിറക്കാൻ കോടതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി നെയ്യാറ്റിൻകര കോടതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി പുറത്തിറക്കാൻ പോകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സജോ ദേവസ്യ അട്ടക്കുളങ്ങര ജയിലിന് മുന്നിൽ നമുക്കൊപ്പം ചേരുകയാണ്. സജോ, ഗുഡ് മോർണിംഗ്. സജോ, ഈ നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയിലാണല്ലോ രാവിലെ വിധി പറയുക. അപ്പോൾ ശിക്ഷ എന്താണെന്നറിയാൻ ഉള്ള നിമിഷങ്ങൾ ഈ ഗ്രീഷ്മയെ കാത്തിരിക്കുന്നു. പറയൂ. SKN ഷാരോൺ രാജ് വധക്കേസിൽ ക്രൂരതയ്ക്ക് ശിക്ഷ എന്താണ് എന്നറിയാൻ കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മണിക്കൂറുകളാണ്. 11 മണിയോടുകൂടി നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ഈ കേസിൽ ശിക്ഷാ വിധി പ്രസ്താവം നടത്തും. കുറ്റക്കാരിയാണ് ഒന്നാം പ്രതി ഗ്രീഷ്മയും മൂന്നാം പ്രതി ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മലകുമാറും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. സംശയത്തിന്റെ ആനുകൂല്യം നൽകി രണ്ടാം പ്രതിയും ഗ്രീഷ്മയുടെ അമ്മയുമായ സിന്ധുവിനെയാണ് കോടതി വിട്ടയക്കുകയും ചെയ്തിരുന്നു. അതിൽ എന്താണ് ശിക്ഷ എന്നത് അറിയാൻ വളരെ കുറച്ച് സമയം കൂടി കാത്തിരുന്നാൽ മതിയാകും. നിലവിൽ അട്ടക്കുളങ്ങര വനിതാ ജയിലിലാണ് ഇന്നലെ ഈ കുറ്റക്കാരിയാണ് എന്ന് കണ്ടെത്തിയതിന് പിന്നാലെ അതിനു മുൻപ് നേരത്തെ കേസിൽ അറസ്റ്റിലായിരുന്നു, റിമാൻഡിലായിരുന്നു ഏറെക്കാലം ഗ്രീഷ്മ. അതിനുശേഷം കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ച് കൊലപാതക കേസാണെങ്കിൽ കൂടിയും അവർക്ക് ജാമ്യം ലഭിച്ചിരുന്നവർ പുറത്തായിരുന്നു. പിന്നീട് ഈ ശിക്ഷാ വിധിയുടെ ഭാഗമായാണ് അവർ കോടതിയിലേക്ക് എത്തുന്നത്. പിന്നീട് കുറ്റക്കാരിയാണ് എന്ന് കണ്ടെത്തിയതിന് തൊട്ടു പിന്നാലെ അവരെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും തുടർന്ന് തിരുവനന്തപുരം അട്ടക്കുളങ്ങരയിലെ വനിതാ ജയിലിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു. ഇവിടെയാണ് ഉള്ളത്. ഇവരെ പുറത്തിറക്കി വാഹനത്തിലേക്ക്, ഈ ജയിൽ കോമ്പൗണ്ടിലെ പോലീസ് വാഹനത്തിലേക്ക് കയറ്റിയിട്ടുണ്ട്. പിങ്ക് പോലീസിൻ്റെയും ഒപ്പം മറ്റൊരു ഈ കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായുള്ള SHO ഉൾപ്പെടുന്ന സംഘത്തിൻ്റെ ഒരു പോലീസ് വാഹനവും ഇവിടെയുണ്ട്. നേരെ നെയ്യാറ്റിൻകര കോടതിയിലേക്ക് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വാഹനവുമായി പുറത്തേക്ക് നേരെ നെയ്യാറ്റിൻകര കോടതിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. ശിക്ഷാ വിധിയുടെ ഭാഗമായി കോടതിയിൽ ഹാജരാക്കണം. ഈ പിങ്ക് പോലീസിൻ്റെ വാഹനത്തിലാണ്, മറ്റൊരു പൈലറ്റ് വാഹനവും കൂടിയുണ്ട്. വാഹനത്തിലാണ് ഗ്രീഷ്മയെ കയറ്റിയിരിക്കുന്നത്. രണ്ടാം പ്രതിയായ കേസിലെ മൂന്നാം പ്രതിയും കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി നിർമ്മലകുമാരനെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഈ വാഹനത്തിൽ ഭാവഭേദങ്ങളൊന്നുമില്ലാതെ ഗ്രീഷ്മ ഇരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. കഴിഞ്ഞ ദിവസം അടക്കം ഏതെങ്കിലും നിലയ്ക്കുള്ള ഒരു പ്രതികരണമോ ഭാവഭേദങ്ങളോ മറ്റൊന്നും പ്രകടിപ്പിക്കാതെ ഗ്രീഷ്മ ഈ വിധി പ്രസ്താവത്തിന്റെ സമയത്ത് ആദ്യഘട്ടത്തിൽ കുറ്റക്കാരിയാണോ അല്ലയോ എന്നുള്ള കണ്ടെത്തൽ ഉൾപ്പെടെ നടത്തുന്ന സമയങ്ങളിലൊന്നും ഒരു ഭാവഭേദവും ഇല്ലാതെ ഇരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഒരു വലിയൊരു ക്രൂരത എന്ന് തന്നെ, അതായത് പ്രണയ ജീവിതത്തിൽ സ്ക്രീനിൽ കാണുന്നത് ഈ ഷാരോൺ വധക്കേസിലെ ഒന്നാം പ്രതിയായ ഗ്രീഷ്മയാണ്. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയിലേക്കുള്ള യാത്ര തുടങ്ങിക്കഴിഞ്ഞു. ഇന്നാണ് ശിക്ഷാവിധി. പ്രതി കുറ്റക്കാരിയാണ് എന്ന് ഇന്നലെ കോടതി പ്രഖ്യാപിച്ചിരുന്നു. ഇന്നാണ് വിധി. അപൂർവങ്ങളിൽ അപൂർവമായ കേസാണ് എന്ന് പ്രോസിക്യൂഷന് തെളിയിക്കാൻ കഴിയുകയാണെങ്കിൽ വധശിക്ഷ വരെ കിട്ടാവുന്ന കേസാണ് ഈ കഷായത്തിൽ വിഷം കലർത്തി കൊലപ്പെടുത്തി എന്ന കേസിൻ്റെ ആധാരം. ആ കേസിൽ ശിക്ഷ കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ റയറസ്റ്റ് ഓഫ് ദ റയർ എന്ന് തെളിയിക്കേണ്ടതുണ്ട്. അഡ്വക്കേറ്റ് വി സുനിൽ കുമാറാണ് പ്രോസിക്യൂഷൻ വിഭാഗം അഭിഭാഷകൻ. കേസിൻ്റെ വിധി കുറച്ച് സമയം കഴിയുമ്പോൾ നെയ്യാറ്റിൻകര കോടതി പ്രഖ്യാപിക്കും.